അയ്യോ ഇത് പറയാടാ ഒരു അരിയിലിട്ടാണ് നാളെ കാലത്ത് എല്ലാവർക്കും പറയാം ഈ കയ്യടി ഉണ്ടാവില്ല. നാളെ കാലത്ത് പറയാം മുത്തപ്പന് ഇല്ലാട്ടാ, മുത്തപ്പന് സുഖല്ല, ഇവറ്റങ്ങൾക്ക് ഇങ്ങനെ കെടുക്കുക. അയ്യടാ ഈശ്വരോ ഈശ്വരോ ഉദിച്ചിരുന്ന് ഈശ്വരോ അന്തിരേരം വിളക്കത്തിരേ കുണ്ടത്തോടോടിയിട്ട് കുണ്ടുള്ള കിണറ്റ് കുണ്ടി കൂടെ കുറ്റി കയറിയിട്ട് അന്ന ഇതൊക്കെ എന്റെ മൂട്ടോട് വരണ വഴിയാണ്. ആരായ കാട്ടാണാവോ ഞങ്ങൾക്ക് അറിയില്ല. മലമാട്ടമേ ആട്ടപ്പിറന്നാളെന്നേ, ആട്ടപ്പിറന്നാൾ നാളില് മലമാട്ടമയ്ക്ക് ആടിത്തിരിയാൻ വേണ്ടിയിട്ട് ഉള്ള സമ്പ്രദായത്തിന് ചീരും ചെല്ലുമ്പോട്ട് കൊടുക്കാൻ നമുക്ക് കല്യാണികൾ ചെയ്യണം. കാടും കഴിയുമ്പോൾ പാപ്പന്മാരെ പഠിപ്പിക്കരുതേ, കാടും വഹിക്കുന്ന കോമ്പരാട്ടക്കാരെ നൃത്യം പഠിപ്പിക്കരുതേ. ആയതുകൊണ്ട് അടിക്കെട്ടി ചെല്ലുമ്പോൾ തടിക്കെട്ടി ചേർക്കും തൊട്ട് കുറിച്ചിട്ട് കൊടുത്ത് കഴുതിയിടയ്ക്ക് പറയുന്ന ഭാഗത്ത് മറ്റൊക്കെ അടക്കം വരാതെ കണ്ട് മലവാട്ടമ്മടെ ആട്ടപ്പിറന്നാള് നാട്ടിനും നാട്ടുകാർക്കും വീടിനും കുടുംബങ്ങൾക്കും ആപത്ത് അനാട്ടൊന്നും ഇല്ലാതെ കണ്ട് ശുഭമംഗളാക്കി തരാള കുടുംബമുണ്ടാക്കിയ വെങ്ങാട്ടിക്കരി വെളുത്തും കൊട്ടാക്കിരി പുല്ലാക്കിരി നാടിക്കരി കാരന്മാരെ ചേർന്ന് പഠിപ്പിച്ചു.
Thank you.
ഇത് പോരാടാ ഒരു അടിയിലിട്ടാ നാളെ കാലത്ത് എല്ലാവർക്കും പറയാം ഈ കയ്യടി ഉണ്ടാവില്ല നാളെ കാലത്ത് പറയാം മുത്തപ്പന് ഇല്ലാട്ടാ മുത്തപ്പന് സുഖല്ല ഇവറ്റങ്ങൾക്ക് ഇങ്ങനെ കിടക്കുക അയ്യടാ ഇങ്ങനെ കിടക്കുക അതാണ് ഒരു കുഴപ്പമെന്ന് നാളെ ഇച്ചിരില്ല മുത്തപ്പൻ വന്ന ഒന്ന് പോലെന്നെ 1 2 3 4 ഇതൊക്കെ ഒരു തറവാട്ടിൽ തല്ലൂരിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവിടെ പെല വന്നാലേ അവിടുന്ന് ഇവിടെ കയ്യല് വെക്കാം അതുപോലെ എന്താ അങ്ങും കേൾക്കരുത് ഇങ്ങും കേൾക്കരുത് അവരൊരു കയ്യടിക്കാൻ പറഞ്ഞ എന്നിട്ട് ഇത് കേട്ടാ അവര് തീർത്തുട്ടോ ആ കേൾക്കില്ല അത് വേണ്ട എന്നാലും നിങ്ങളങ്ങനെയല്ലല്ലോ ഞാൻ കൊറേ നേരം നോക്കണം ആൾക്കാരെ ഞാൻ വിചാരിച്ചാണ് കാണാനേ കൊറേ നേരം നോക്കണു അങ്ങനെ അതെന്താ എനിക്കവിടെ നനച്ചൂരാണ് ഈ തൂണിന്റെ മോള് മാത്രം കാണണം ഏട്ടാ അങ്ങനെ പറയല്ലേട്ടാ നിങ്ങളവിടെ അപ്പൊ മുത്തപ്പന്റെ ചെറിയ കോരിക്കുട്ടിണ്ട് അങ്ങനെ പല സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ പോയ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ കുട്ട പോയി അങ്ങനെ പറഞ്ഞു തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലവും കോട്ടയവും അഴകേറും എറണാകുളം അരികത്തൊരിടുക്കി അരിവിളയും പാലക്കാടും തൃശ്ശൂരും അയ്യോ എല്ലാവരും കല്ലിട്ടിട്ട് എന്റെ മുത്തപ്പോടുന്ന് കൊടുക്കണം
മുത്തപ്പം കുറെ നേരം വന്നിക്കണോ എന്താ ഇയാളെ ഒന്നും ചെയ്യാത്തെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നരുതിട്ടോ അങ്ങനെ വേണ്ട. ആളെ എപ്പോഴും അങ്ങനെ പറയണ്ട. ആള് പോവാതെ പിന്നെ എപ്പോഴും പറയണം. അങ്ങനല്ല, ഞങ്ങള് വേറെ ബന്ധം ഉണ്ട് ട്ടോ. ആ ബന്ധല്ല. അപ്പൊ ഒരു കുട്ടി കർമ്മങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനൊന്നും പുറത്തിട്ടുണ്ട്. മുത്തപ്പോടെ എന്തെങ്കിലും പുറത്തിട്ടില്ല ഇവിടെ കാര്യങ്ങൾ നടത്തിക്കാന്ന് പറഞ്ഞ സത്യല്ലേ? കാര്യം നടത്തില്ല. പിടിക്കുന്നതൊക്കെ കൊള്ളാം. മൊബൈല് കണ്ട പേര് കേട്ടോ. പേരൊക്കെ ഇറങ്ങിയ കാരണം ഒത്തിരി പേടിയാ. ഇവിടുന്ന് കൂടെ വെട്ടി മാറ്റിയിട്ട് കാര്യം കഴിഞ്ഞു. ആദ്യം ആളുടെ ഫോട്ടോ നിർത്തോളൂ കേട്ടോ. കുട്ടികളെ കൂടെ ടെക്സ്റ്റൊന്ന് നിർത്താം. ഈശ്വരോ 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 പുറത്തിക്കണമെങ്കിൽ അങ്ങനെ നേരം കൊണ്ടുപോകുന്നു. ഞാൻ വർത്താനം പറഞ്ഞാലേ നിങ്ങളുടെ കാര്യം നടത്തില്ല. അല്ലെങ്കിൽ ആ ചെപ്പ നാളെ 1000 രൂപ തരുന്നു. 10 അപ്പൊ കസാറൊക്കെ പറയിട്ട് വാട്സാപ്പ് അത് നനഞ്ഞ കഴിക്കും. അത് വെള്ളത്തിന്റെ അവിടെ ചെന്നിട്ടുണ്ട് ആൾക്കാർ കൂടും. അപ്പൊ അറിയണമെന്നില്ല. അപ്പൊ ഞാൻ നോക്കട്ടെ. ഈശ്വര ഉദിച്ചിരുന്ന് ഈശ്വര 10000 വിളക്കത്തില്ലേ 6 മാറി തെക്കന്റെ മുഖത്ത് ഞങ്ങൾ രണ്ടാളും കൂടെ ഉമ്മച്ച് കളിക്കുക. ആ തെക്കം വേണ്ട, ക്യാമറ വേണ്ട. ഈശ്വര ഞാൻ എന്തായാലും താളം പഠിക്കും ചെമ്മണ്ണൂര് തെക്കൻ തൃശ്ശൂരിന് പെണ്ണ് ചേച്ചി കിട്ടാത്ത മഹാപോത്തില് എന്തെന്ന് വെച്ചാ ഞാൻ അങ്ങോട്ട് കൊണ്ടാണല്ലോ. അപ്പൊ അങ്ങോട്ട് അധികം ചൂടാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാ ചോറുചാറ് ചെമ്മർത്തിച്ചാറ് ഇടവഴിക്കാരന്റെ പോത്തങ്ങി മാമ എനിക്കിപ്പൊന്ന് പറഞ്ഞുള്ളൂ. ഈശ്വര ഇതൊക്കെ മൂർത്തികളാട്ടോ. ഇതൊക്കെ ചില ആൾക്കാർക്ക് ചുമ വരും. അതൊരു മൂർത്തിയുടെ കടുപ്പാ. അല്ലെങ്കിൽ ഇങ്ങനൊന്നുമില്ല. മുത്ത് പോലൊരു മുത്തങ്ങേന്ന് വന്നൊരു മുത്ത് മാത്രം ഞാൻ ഇതൊക്കെ പ്രസവം കാണാൻ പോയ ശരി. ഇതൊക്കെ പോണ ആളാണത്. ആളെ ഞാൻ പോയത് ആളെ ശരിക്കും കാണിക്കുക. ഇവിടെ ആ പോത്ത് കുത്തു വന്നിട്ട് ആ പക്കം കുടിച്ച് വച്ചിട്ടതാണ്. അപ്പൊ ഈശ്വര കരിമാറെ പുറത്ത് തമിഴടിച്ചെടുക്കുന്നത് കണ്ടാണ് ചേരുമ്പോഴേ കാഞ്ഞാണി മുട്ടാറ് നക്കിക്കോ.
ആ ഒന്നര അടിപ്പിക്കാൻ വെക്കണത് അതെന്നെ തന്നെ ഓർക്കണം. ഈശ്വരീശ്വര ഒന്ന് കൊടുക്കരാ ഇതൊന്ന് കുടിച്ചരാ സത്യണ്ടാക്കിന്നിരിക്കേ കല്യാണത്തിന്റെ കല്യാണം കഴിച്ചാ കല്യാണം കഴിച്ചിരോ കണ്ടിന്റെ കുണ്ടമാരെ തല്ലി കിട്ടാണ്ടിരിക്കുന്നു കുണ്ടത്തോടെ ഓടിയിട്ട് കുണ്ടുള്ള കലർത്തി കുണ്ടി കൂടെ കുറ്റി കയറിയിട്ട് അല്ല ഇതൊക്കെ എന്റെ മൂട്ടോട് വരണ വഴിയാണ്. ആ കുണ്ടുകൂടെ കുണ്ടില് കണ്ടിട്ട് കുണ്ടി കൂടെ കുറ്റി കയറിയിട്ട് അണ്ണാക്ക് തടഞ്ഞിട്ട് പിണ്ണാക്ക് പറത്തിട്ട് ഈശ്വര ഈശ്വര ആരുമില്ലാത്ത നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞിട്ട് തിരുവണ്ണാളില് തിരിഞ്ഞു മറിഞ്ഞിട്ട് തട്ടുമുട്ടുള്ള മുത്തപ്പന്മാരിൽ അവര് ഹട്ടുണ്ടാക്കി നിൽക്കണേ. ഇതൊക്കെ മൂലനാളില് മൂലക്ക് കൊടുത്തിട്ട് മൂലക്കൊരു വന്നിട്ട് മൂലം കൊട്ടിട്ട് ചിരിച്ചു ചത്തമുത്ത അത് പൊട്ടിയ പിന്നെ ചുരുക്കല്ല എന്തൊക്കെയാ എന്താണ് ചങ്ങായി നല്ല 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 ഉണ്ടാങ്ങാട്ടിയും പിടേ ഉണ്ടാങ്ങാട്ടിയും പിടേ ഉണ്ടാങ്ങാട്ടിയും പിടേ ഉണ്ടാങ്ങാട്ടിയും പിടേ വൃന്ദാംകുടി പൊട്ട് പാടോയി ആൾക്കാർക്ക് മേടിച്ചത് കേട്ടോ ഒന്ന് പൊട്ടിക്കോ ഒന്ന് പൊട്ടിക്കാം ഈശ്വര ഈശ്വര ഇതൊക്കെ മൂർത്തികളോട് പറമ്പിലെ പറ വയ്ക്കാൻ പറയാണ്ട് തലക്ക് തല്ല് കിട്ടിട്ട് ഭക്ഷണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഓടി കയറിട്ട് 10 മുളക് കുണ്ടിയിൽ നേർത്തിട്ട് ഒരു പത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ. അങ്ങനെയല്ലേ നിങ്ങളാ പല പേരിൽ കത്തി വേണം എന്നുവെച്ചാ കത്തി കുത്തല്ല കേട്ടോ. ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും അപ്പം വെക്കുന്നൊരു നടക്കൂ. അത് മുറിച്ചിട്ടോട്ടോ കത്തി കുത്തിട്ട് കൊണ്ടിട്ട് കിടക്കും.
ഇയാൾ കുറച്ച് നേരത്തേക്ക് ആളുടെ ഈ സൈഡിൽ അത്ര മൂർത്തിയാണ് ഇന്റെ. അപ്പൊ ഈശ്വര ഈ നല്ല തറവാട്ടിൽ ആദ്യം പിടിച്ചു മൂലം കയറിയിട്ടുള്ള പെണ്ണ് കുത്തമ്മല്ലാവരെ ആദ്യ മൂലമായിട്ട് വെച്ചിരിക്കുന്ന പെണ്ണ് കുത്തമ്മല്ലാവരെ അപ്പൊ മുത്തപ്പന്റെ കോഴി കുട്ടിയൊന്ന് ചുരുക്കുണ്ടാവും അപ്പൊ ഞാനതൊന്ന് നോക്കട്ടെ. ഈശ്വര 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 ഒന്നും ചാന്ത് ഇതിന്റെ വലിയ മൂർത്തികളാണ്. അവരെ വിളിക്കാണ്ട് ഇതിന്റെ അപ്പുറത്ത് നടക്കാൻ പറ്റില്ല. ഒന്നമല ചാന്ത് കോലി കോമള് എല്ലാ വരുമാനമുള്ളോ കോലി കോമള് ഞാൻ മാങ്ങണീന് നോക്കുന്ന ഒരാളല്ല. ഓടുപണിയാ കണ്ടിട്ട് അത് എന്റെ പണി നടത്തുന്ന ആ വഴി പോരണാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കാരണം കഴിഞ്ഞിട്ട് വെട്ടാം. അപ്പൊ അങ്ങനെ ഈശ്വര ഈശ്വര അതിർപ്പെട്ടി രമണിയായി അതിർപ്പെട്ടി രമണിയായി കർപ്പൂരം അങ്ങനെ പറയരുത്. പറയാ ആ ബാക്കി ഞാൻ പറയട്ടെ. കർപ്പൂരം പൂർണിമ അപ്പൊ നിങ്ങളെന്താ വിചാരിച്ചാന്ന് പറഞ്ഞു. വിചാരിച്ചിട്ടില്ലേ പറയാനാ നിങ്ങൾ വിചാരിച്ചിട്ട് മനസ്സിലായിട്ടോ. പുഷ്പാകരണല്ലേ ഇതൊക്കെ അങ്ങനത്തെ മൂർച്ചകളോ എന്റെ അടുത്ത് വന്നിട്ടില്ല. ഇതൊക്കെ നമുക്ക് വെച്ചടി കഴിക്കാൻ വേണം. വേണം ഉണ്ടാവും. അങ്ങനെയല്ലേ വേണ്ട ചോദിച്ചാരെ. അല്ല ഇതിന്റെക്കാണ് പറയുന്നത്. അപ്പൊ നിങ്ങളത് കഴിഞ്ഞിട്ടാ. അപ്പൊ ഈ നല്ലതലുള്ള ആദ്യം കുടിക്കുന്ന കള്ളത്തെ കള്ള് ധാരാളം വിധി സമ്മാനം വെക്കുന്നേ അവിടെ ആരോട് വലിയ ടേബിൾ ഉണ്ടെന്നല്ല. അതിപ്പോ ഒന്നും അതല്ലെങ്കിൽ ഒന്നും. അപ്പൊ മുത്തപ്പന്റെ കോരവിട്ട് ഇവിടെ കുറച്ചു. ഇനി ഇനിയാണ് എന്റെ മനസ്സില് എടുക്കടാ. എന്റെ മസാറ്റ ഉരുളി 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 അല്ലല്ല അപ്പൊ നോക്കല്ലെന്നാ
പാവാട വള്ളി ഇങ്ങനൊരു വള്ളിയും കൂടി ഉണ്ട്. അതുകൊണ്ട് കഴിച്ച ആള് സ്വതന്ത്രനാവും. ഉള്ള കാര്യം പറഞ്ഞ ഇതൊക്കെ സ്വതന്ത്രനാവാൻ കാരണമുണ്ട്. ഞങ്ങളുടെ നാട്ടില് എലക്ഷൻ നടക്കുമ്പോ ഇനി പറയാം. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഇലക്ഷൻ നടക്കുമ്പോ നാട്ടുകാർക്ക് ഒരേ അഭിപ്രായം പിന്നെ ചുണ്ട് മാത്രം കണ്ടാവുള്ളൂ. ഉണ്ടോ? അങ്ങനെ ഒരേ അഭിപ്രായം. മുത്തപ്പന്റെ പെണ്ണൊരുത്തി പ്രാവശ്യം ഇലക്ഷന് നിൽക്കണമെന്നോ? മുത്തപ്പന്റെ പെണ്ണൊരുത്തി പ്രാവശ്യം ഇലക്ഷന് ആരാണ്ടോ ഇവിടെ കിട്ടും. അങ്ങനെ ഇപ്രാവശ്യം മുത്തപ്പന്റെ പെണ്ണൊരുത്തി വേണം പ്രാവശ്യം ഇലക്ഷന് നിൽക്കണത്. അപ്പൊ ഞാനും എന്ത് വിചാരിച്ചു, എന്റെ പെണ്ണൊരുത്തി അങ്ങനെ നിൽക്കാൻ കഴിവുള്ളൊരു പെണ്ണൊരുത്തല്ല. അങ്ങനെ ഇലക്ഷന് നിൽക്കാൻ പറ്റിയൊരു പെണ്ണൊരുത്തല്ല. എന്താ അവള് MA പാസ്സായിട്ടുള്ള ഒരു പെണ്ണൊരുത്തിയാണ്. അവളെന്നെ വെറുതെ എന്തിനു ഇതിന്റെ ഉള്ളിൽ പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവരും എന്റെ പെണ്ണ് കൗസു എന്റെ കൗസ് കഴിഞ്ഞിട്ട് നാട്ടിലുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കൗസിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്രാവശ്യം ഇലക്ഷന് നീ നിൽക്കുന്നെന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്, എനിക്ക് നിൽക്കാൻ താല്പര്യമുണ്ടോ, ഇലക്ഷന് നിൽക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ എന്ത് ചെയ്തു, പെണ്ണൊരുത്തി പറയാ, ഏട്ടാ എനിക്ക് ഇലക്ഷന് നിൽക്കാൻ പേടിയാ. ഇലക്ഷന് നിൽക്കാൻ ചെറിയൊരു പേടിക്ക് വേണം. വേണ്ട അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വീട്ടില് ഫുൾ ചർച്ചയാണ്.
എന്തൊക്കെയാ നാട്ടിലുള്ള എല്ലാവരും മുത്തപ്പനെ പിന്നെ ആൾക്കാർ ഒന്നോ രണ്ടോ ആൾക്കാരെ അറിയുള്ളൂ. എന്റെ കണ്ണാടിന് അറിയാത്ത ആൾക്കാർ സത്യം. സത്യം മതി. ഗുഡ് നൈറ്റ്. എന്തല്ലേ ഈ ചെക്കന്മാരെ പറഞ്ഞിട്ട കാര്യമുള്ളൂ. രണ്ടെണ്ണം ഇവിടെ ഉണ്ട്. ഒരാൾക്ക് ഇത് തെറ്റോറ ഇന്നെ തിരിച്ചുവിടാൻ പറ്റുള്ള നേരം കൂടി വളർക്കട്ടെ. ഇത് മൊത്തത്തിനോട് മായട്ടെ. എന്റെ വിവരം കൂടെ പഠിക്കും നമ്മള്. അതെ, ആ വിവരം പഠിക്കുന്ന സാധനം എടുക്കുമ്പോ എന്നെ വിളിക്കണം കേട്ടോ. എന്നിട്ടാ അങ്ങോട്ട് പോകുമ്പോ മുമ്പ് ഓരോരുത്തർക്ക് ഓരോ കുട്ടിയുണ്ട്. ഞാൻ പോയി നേരത്തെ പോയപ്പോ വേറെ കുട്ടിയില്ല ആള് ആളോ നേരത്തെ പോയപ്പോ വേറെ ആള് വേറെ കുട്ടീനെ വിളിക്കുന്നു. ഞാൻ ഏത് വഴിയൊന്നും പോയി ആ വഴിക്ക് ഞാൻ പോയപ്പോ അത് ചോദിച്ചാൽ അങ്ങോട്ട് ഓർണ്ട വണ്ടാണ് കിട്ടു. അങ്ങനെ ഞാൻ പെണ്ണ് എത്തി മാത്രം എന്റെ അടുത്ത് ഏട്ടാ ഞാനിപ്പോ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം, ഇതേ ഞാൻ കൂടെ പിന്നെന്ത് പേടിക്കേണ്ടതൊക്കെ നീ പേടിക്കണ്ടെന്നാ ഞാൻ കൂടെ നീങ്ങില്ല. ഈ പേടിക്കണ്ടോ എന്നാലും അങ്ങനെയല്ലല്ലോ. അങ്ങനെ പെണ്ണ് എത്തി മനസ്സിലോ മനസ്സോടെ ഇലക്ഷന് ഇങ്ങനെ നിൽക്കാമെന്ന് ആയിരുന്നു. തന്റെ അങ്ങനെ കണ്ട പണക്കെട്ടാണ് ബാങ്കിലെ നോട്ടീസ് അങ്ങനെ ഞാന് വീട്ടിൽ ഇരുന്ന പെണ്ണടിച്ചത് പറയണ്ടേ ഇപ്രാവശ്യം ഇലക്ഷന് നിൽക്കുമ്പോ ഇത്തിരി പേടിക്കണം, ഇത്ര നേരത്തെ ഇങ്ങനെ പേടിക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവൾ എന്റെ അടുത്ത് പറയാ ഏട്ടാ ഇലക്ഷനിൽ നിന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും അടിച്ച് ചെന്നിട്ട് പ്രസവിക്കണ്ടേ. അല്ല എന്തോ ഒരു ഇതിലോ പ്രസംഗിക്കണ്ടേ എല്ലായിടത്തും അതൊക്കെ അറിയില്ല എന്നാ. അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നിങ്ങള് കണ്ണാട വെക്കണ്ട. ഫോട്ടോ എടുക്കുമ്പോ ഞാനാ കണ്ണാട വെക്കണ്ട. ചെങ്ങാതി ഇതിലൂടെ നോക്കുമ്പോ മരുഭൂമി പറമ്പന്റെ ദാസേട്ടനൊക്കെ നോക്കുമ്പോഴേ ഒരു ഒച്ചിരിക്കണം. കുട്ടാട്ടിനെ നോക്കുമ്പോ എന്തോ ഒരു സാധനം. ക്യാമറമാനെ നോക്കുമ്പോ മഴ പൊടിഞ്ഞ് വെട്ടി ഈ കണ്ണാട ഇങ്ങനെ വെട്ടിലോട്ടോ. നിങ്ങൾ ചില്ലറമാരില്ല പവറിനോളാ, അതിത്തിരി പവറിനോളാ. അങ്ങനെ ഈ പവറിന്റെ പെണ്ണിട്ടില്ല. എന്നിട്ട് അവൾക്ക് പേടിയാ. ഇങ്ങനെ അവളെന്റെ അടുത്ത് പറയണ്ട് ഏട്ടാ ഞാൻ ഇങ്ങനെ ഇലക്ഷനിൽ നിന്ന് ഞാൻ എന്തിനൊക്കെ പ്രസംഗിക്കണം. എന്താ നീ ഇങ്ങനെ എടുക്കും ഇങ്ങോട്ട് നോക്കണം, അല്ലെങ്കിൽ പിന്നെ സ്റ്റാറ്റസിൽ ഇരുന്ന് വരും ഏഴാം വൽക്കേലും കൂടിയിലും നീ. അങ്ങനെ പെണ്ണെടുത്ത് വന്നിട്ട് നീ അതിന് പേടിക്കണ്ട. അപ്പൊ എന്താ നമ്മുടെ അവനാന്റെ പെണ്ണുങ്ങൾക്ക് ധൈര്യം കൊടുക്കണം. നിങ്ങളല്ലേ സത്യല്ലേ? സത്യം നിങ്ങളതിന്റെ ഇടയിൽ വരണ്ട. അങ്ങനെ പെണ്ണിന് ഞാൻ ധൈര്യം കൂടി കൊടുക്കണം. നീ പേടിക്കണ്ട, എനിക്ക് പ്രസംഗിക്കാതൊക്കെ ഞാൻ എഴുതി തരും, അതിനൊക്കെ ഞാൻ എഴുതി തരും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ആ പോയിരുന്നു. അങ്ങനെ ഞാനത് ഇവൾക്കിങ്ങനെ എഴുതി കൊടുത്ത പ്രസംഗിക്കാതെ പ്രസംഗിക്കാതെ. പ്രിയപ്പെട്ട നാട്ടുകാരെ കാണാതെയാ നിന്റെ അടുത്ത് വർത്തനം ഒക്കെ ചടിച്ചിട്ടാ. അതെ, പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ നിയോജക മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. നിങ്ങളുടെ എല്ലാവരും സഹകരിച്ച് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൗസു
നിന്റെ കൗസുവിനെ അറിയാത്ത നാട്ടുകാരില്ല. അവർക്ക് രാത്രി പകല് അവർക്ക് പണി കാത്ത ദിവസമില്ല. എന്നും പണിയാ. വരുമ്പോ വലിയ ടൗസർ കൊണ്ടുവരും. ആ ടൗസർ തയ്ക്കലാവും. ബാക്കിയുള്ളത് വീട്ടിൽ നിന്ന് തയ്ക്കച്ചിട്ടുണ്ട് വീട്ടിൽ വരുന്നേ. അപ്പൊ ക്ഷീണം. അങ്ങനെ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? ഇതൊക്കെ എഴുതി കൊടുത്തു. നീ പേടിക്കണ്ട, നീ അവർക്ക് വാക്ക് പറഞ്ഞാ. അപ്പൊ അവിടുത്തെ ചെറുപ്പക്കാരായ ആമ്പിള്ളേരൊക്കെ എന്റെ കൗസുവിന്റെ കൂടെയാ. എന്റെ കൗസു ഹായ് കൗസുവിന്റെ അതിനെ വിടരുതിട്ടാ. കൗസുവിന്റെ കൂടെയാണ്. അങ്ങനെ എല്ലാരും പറയണ്ട് കൗസേച്ചി നിന്റെ ഇലക്ഷന് എന്ത് പെണ്ണാണോ? അപ്പൊ എന്റെ പെണ്ണ് കിട്ടുന്നു. പിന്നെ ഇലക്ഷന് പോകുമ്പോ ഇത്തിരി പവറൊക്കെ വേണ്ടേ? എല്ലാവർക്കും ഒരു മേക്കപ്പാണ്. എന്തിനൊരു മേക്കപ്പ് ഉണ്ടാവില്ല. അവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങള് കണ്ണു ഞെട്ടു ഒന്ന് നടക്കും. നടക്കെന്ന് പറഞ്ഞാൽ നടക്കണം. എവിടുന്ന പ്രയോഗം വരുന്നില്ല. ഞാൻ കടയില് തലക്കിലൊക്കെ ഇരിക്കോ? അപ്പൊ മനസ്സിലോ അങ്ങനെ എന്റെ കൗസിന്റെ വിലയോ? അങ്ങനെ ഞാനെന്താ ചെയ്യണോ? അങ്ങനെ കൗസിന്റെ അടുത്ത് നീ പേടിക്കണ്ട, നീ ഇലക്ഷന് ഇറങ്ങിക്കോന്നാ. അങ്ങനെ എന്റെ കൗസും കൂടി വരികയാണ്. ഹായ് എന്റെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്റെ സൂര്യകാന്തിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. എന്നെ വിജയിപ്പിച്ച് തരണം. എന്നിട്ട് എല്ലാ വീട്ടിലും പേര് പറഞ്ഞ് അന്നത്തെ ഇലക്ഷൻ എടുത്തു. എന്റെ സൂര്യകാന്തി ഇതില് വോട്ട് ചെയ്യണം. അങ്ങനെ വോട്ട് ചെയ്യാൻ തന്നില്ല. ഇങ്ങനെ ചെന്ന് ഇട്ടോ. ഒരു വ്യത്യാസം ഫ്രീട്ടാ. തിരുമറ്റത്തെ മലവാർത്തങ്ങൾ കുടിയേറ്റമാരി മേലപ്പെട്ടി മലവാർത്തമ്മ ആരായ വാർത്തകളാകും കുടിയേറ്റുള്ളത്. മലവാർത്തമ്മ യാതൊരു ഇടവരാതെ കണ്ടു അടിക്കടി പറഞ്ഞു പറഞ്ഞ അട്ടുകുട്ടി അവിടെ വരാതെ കണ്ടു. ശുഭമംഗളാക്കി തരാം. ഉണ്ടാക്കണേ ആരാടെ പതിനെട്ടാ കൂട്ടം മാറ്റുന്നതുകൊണ്ട് അവിടെ അൽഫാമനാണ്. അതിന് ഏത് രൂപത്തിലെ വിലതാവോ? നിങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റില്ലേ? ഒരു സീറ്റ് ഞാൻ എടുത്തിട്ടാ. നമ്മള് പോകും പൊന്നു നമ്മളൊപ്പിച്ചുകൊണ്ടോ ഇന്നവിടെ നീ സ്കൂളിൽ പോയിട്ട് നടന്നല്ലേ? അങ്ങനെ ഞാനെന്ത് ചെയ്തു? ഇതെന്താ ശരിക്കട്ടെ? അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു കണ്ണ ഒരു രംഗ നിറച്ച് ചാരം കൊണ്ടുതരുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യുമായിട്ട് നമുക്ക് നോക്കാം. നമ്മളെ വിളിക്കുന്നത് അതെ അങ്ങോട്ട് ഇനി തല്ലാളൊരു ഒളിച്ചിരിക്കണം. അങ്ങോട്ട് തല്ലേ പാടന്നാളുകളേറുണ്ട്.
ഓട്ടം നടക്കുന്ന നേരത്തെ ഞാൻ മുത്തപ്പനും പിറക്കില്ലേ. ആയിക്കോട്ടെ. ഞാണ്ട് 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 ഞാന് സ്വീകരിച്ചിട്ടോ. മലവാലിത്തറമേലെ തിരിവെക്കാൻ വന്നത് ആരാ ആരാ ആരാ? ഓർത്ത് നീ പാടണോ? പാടുന്ന വരിക അതാണ് കല്യാണം. ആരും പാടില്ല. കല്യാണം പിന്നെ ആരും പാടില്ല എന്നല്ല പറഞ്ഞിട്ടാ, പാടില്ല. അങ്ങനെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അങ്ങനെ എന്റെ പെണ്ണിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടോ, എന്റെ പെണ്ണെനിക്ക് ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ നീ ചെന്നോ, ആ മുന്നിൽ ഞാൻ ഉണ്ടാവുന്ന. അങ്ങനെ ഇലക്ഷൻ പകുതി ഇനി ഒരൊറ്റ ദിവസമുള്ളോ, ഇനി ഒരൊറ്റ ദിവസത്തിന്റെ പ്രസംഗമൊക്കെ കഴിക്കണം. അങ്ങനെ നാട്ടില് പരപ്പട്ടാ ഒരൊറ്റ മിറ്റിച്ചങ്ങായി. അങ്ങനെ ഇലക്ഷൻ എടുത്തത് തലപ്പൊട്ടുകാരയില് വലിയൊരു സമ്മേളനം. എന്റെ കൗസ് വരണം. കൗസിന് ഈ വേദിയിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞ പറഞ്ഞില്ല, ഞാൻ ആയിരാണ്. ഞാൻ ഇവിടെക്കാരോ, നിങ്ങൾ നായര്, ഞാൻ 31. ഇവിടെയുള്ള ആളല്ലേ. അങ്ങനെ ഞാനെന്ത് ചെയ്തോ, അങ്ങനെ എന്റെ പെണ്ണിന്റെ ഇങ്ങനെ ആർക്കറിയില്ല എന്ത് എവിടെ. അങ്ങനെ കൗസു ഈ വേദിക്ക് പെട്ടെന്ന് എത്തിച്ചേർന്നതാണെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഒരു കല്യാണത്തിന് പോകുന്നില്ല, അത് മരിച്ചോടത്തേക്ക് പോകുന്നില്ല, വേഗം പുറപ്പെട്ടാ 10 മണിക്ക് ബസ്സെന്ന് പറയും. ആ 10 മണി നേരത്തെ റോഡിൽ വന്ന് ഇറങ്ങി വണ്ടി വരുന്ന നേരത്തെ അവർക്ക് ഇങ്ങനെ തുടങ്ങും. ഒന്നിനുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഒന്നിന് നിന്നാ എന്താ ഒന്നിന് വേറൊന്നുള്ള കാര്യം വേണം, മൂത്രമൊക്കെണ്ടെന്നാ. അപ്പൊ എന്റെ പെണ്ണല്ലേ എത്തിയാലുണ്ടായില്ലേ. അങ്ങനെ ഞാൻ എന്റെ പെണ്ണിനും പിടിച്ചു. അതല്ലാട്ടാ, അങ്ങനെ എന്റെ പെണ്ണിനും പിടിച്ചു. ഞാൻ ഓടി ചെന്ന് വലിയൊരു പ്രാവിന്റെ വളർത്തിൽ ചെന്നിങ്ങനെ ഇരിക്കുക. പെണ്ണ് വലിയൊരു പ്രാവിന്റെ വളർത്തിൽ ചെന്നിങ്ങനെ ഇട്ടിട്ട് കാര്യങ്ങൾ കഴിക്കാനോ അപ്പൊ അവിടുന്ന് വീണ്ടും അനൗൺസ്മെന്റ്, കൗസുന്റെ വേദിയിലേക്ക് ആദ്യമായി ക്ഷണിച്ചു കൊള്ളുന്നു പറഞ്ഞ വെച്ച് ഓടിച്ചാടി അടിച്ചു. ഈ ഓടിച്ചാടി അടിക്കണേന്റെ വലിയൊരു ഈ മണ്ടക്കാട്ടിലാണ് നമ്മൾ ഓടിച്ചെന്നിരുന്ന. ഈ നേരത്തെ ഇങ്ങനെ വള്ളിപ്പട അതിന്റെ നേരത്തെ തട്ടിയപ്പോ പൊടിയൊക്കെ പറഞ്ഞ മേത്തിക്ക വീണ്ടും തടഞ്ഞു തുറക്കില്ലേ. അയ്യോ ചേട്ടാ, ഞാൻ ഈ പോകുന്നിട്ട് തുറന്നിട്ട് വയ്ക്കാം. നീ കയറിട്ടെന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞോ, എന്താണിങ്ങനെ പറഞ്ഞാ. അങ്ങനെ ഇവിടെ ചെന്നോ, ഇവിടെ സ്റ്റേജിലാണ്ട് കേറണ. ഇങ്ങനെ കേറിട്ട് ഇങ്ങനെ അയ്യോ ഇവിടുത്തെ ജനങ്ങളിരിക്ക. അയ്യോ ഇത് കൊറോണപ്പൊടി നേരത്തെ വീണ പിന്നെ ചൊറിയലിന്റെ മഞ്ചാര വീണു. മനസ്സിലായത് പ്രിയപ്പെട്ട എന്നിട്ട് ഇന്നെന്ന് നോക്കുക. അപ്പൊ ഞാൻ ഊഷിക്കോ തോർത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോ തന്നെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടിൽ ഇതുവരെ എന്ത് നടന്നു? എന്നെ ഇപ്രാവശ്യം കൗൺസിലറായിട്ട് തെരഞ്ഞെടുത്ത എന്റെ നാട്ടുകാരിലെ ചെറുപ്പക്കാരിലെ കുട്ടികളെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്നലെ ഈ ചെറുപ്പ
ചെറുപ്പക്കാരായ കുട്ടികൾ ഇന്നലെ ഇവിടെ എന്ത് ചെയ്തു? നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു പാവമല്ലേ, എനിക്കൊന്ന് തന്നൂടെ? വോട്ടണി ചോദിക്കണം. ഇതങ്ങനെ ചോദിച്ചിട്ട് മതിയ. അങ്ങനെ എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ആ കോഴിയുടെ തലെടുത്ത് തരും. എങ്കിലും പറയട്ടെ, ബ്ലൂടൂത്ത് ഓണാക്കിയോ? അങ്ങനെ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരികൾക്കും അറിയാമല്ലോ, കഴിഞ്ഞ ഇലക്ഷന് എന്ത് നടന്നു? തുള്ളി വെള്ളമുണ്ടോ? കുടിക്കാൻ വെള്ളമുണ്ടോ? ഈ നാട്ടിൽ കുടിക്കാൻ വെള്ളമുണ്ടോ? എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി തരും. എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വലിയൊരു കുളം കുത്തി തരാം. വലിയൊരു കുളം കുത്തി തരാം. നിങ്ങൾക്കും ഇല്ലേ കുടിക്കണമെന്നോ ദാഹമില്ലേ? സങ്കടമില്ലേ? ഒന്നും തിരുമ വെള്ളമുണ്ടോ? വലിയൊരു കുളം തന്നെ ഞാൻ കുത്തി തരാനുള്ള കഴിവിനിട്ടുണ്ട്. ഞാൻ പറയണോ? എന്നെ ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. എന്റെ ഈ സൂര്യകാന്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊരു വാക്കു ചോദിക്കുന്നു. ചിഹ്നം വേണോ? വേണ്ടേ? കുത്തില്ലേ? വോട്ട് ചെയ്യില്ലേ? നിങ്ങളുടെ ഒറ്റ ഫലമാണ് എന്റെ വിജയം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ വോട്ട് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ കൂടെ ഇനിയും ഒരുപാട് കുട്ടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഭയോട് എല്ലാവരും വാഗ്ദാനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നിർത്തണമല്ലോ. നിർത്തും. നിർത്തിയിട്ടുണ്ട്. ഉണ്ടാവും. ഇനിയുണ്ട്. എനിക്ക് പ്രസംഗിക്കാൻ എനിക്കുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞു, നേരമില്ലാത്തടത്ത് എന്ത് ചെയ്യും? നിങ്ങളുടെ വളരെ വിലപ്പെട്ട വോട്ടാണ് എന്റെ ചിഹ്നം. ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്തത് അത് വേറെ കൗൺസിലറാണ്. എന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും തന്നിരിക്കണം. കാരണം തരൂലോ, കിട്ടില്ലോ. ഞാൻ ജയിക്കണമല്ലോ എന്ന് പ്രത്യേക ഭാഷയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു, പോകുന്നു. ഇനി വരും. കൈയടിക്കുക, എല്ലാവരും കൈയടിക്കുള്ളൂ. അങ്ങനെ 4 വട്ടമുള്ളത്. നമ്മള് ഓട്ടൊക്കെ കഴിഞ്ഞു. അപ്പൊ ഓട്ട് കഴിഞ്ഞ പിന്നെ ചിക്കൻ തിരക്ക് കൂടുതലുണ്ട്. ജയിച്ചോന്ന് നോക്കണം. അങ്ങനെ ഞാൻ ചെന്നിരിക്കുക. ഈ പെട്ടി തുറക്കണ്ടേ? പെട്ടി തുറക്കണ്ട. പെട്ടിന് തുറന്ന് എന്തൊക്കെ ഉണ്ടാകാം. പൂർത്തീകരിച്ചു. അപ്പൊ എന്നോട് പറയുന്നത്
ഞാൻ വിചാരിച്ചില്ല തോറ്റു തോറ്റു അപ്പൊ അവിടെ ഇരുന്ന് പറയാ cerquita.